നമ്മുടെ ഭൂമിയിൽ കുറെ കാലങ്ങൾക്ക് മുന്നേ വരെ അതികായന്മാർ ഉണ്ടായിരുന്നു. എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കഥകളിലും നാം ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാലത്ത് ഇതിനെപ്പറ്റി പറഞ്ഞാൽ വിശ്വസിക്കുവാൻ മടിയാണ് മിക്കവർക്കും. തങ്ങൾ സ്കൂളിൽ പഠിച്ചത് മാത്രമേ ലോകത്തുള്ളൂ എന്നതാണ് അവരുടെ ചിന്ത. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്നും ഭൂമി 1000 കിലോമീറ്റർ വേഗത്തിൽ ദിവസവും 66,600 കിലോമീറ്റർ വേഗത്തിൽ വർഷവും ഒരു കാരണവുമില്ലാതെ സഞ്ചരിക്കുന്നുണ്ടെന്നും ഇവർ കരുതുന്നു. രാക്ഷസന്മാരെക്കുറിച്ചും ഒറ്റക്കണ്ണന്മാരെക്കുറിച്ചും കൂടാതെ ആളുകൾ ദേവന്മാരായി കാണുന്ന പ്രബലന്മാരെക്കുറിച്ചും പറയുന്നതെല്ലാം കെട്ടുകഥകൾ മാത്രമല്ല എന്നതാണ് സത്യം. ദൈവപുത്രന്മാര് മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിലെ നെഫിലിമുകൾ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാര്. നെഫിലിമില് നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പില് ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ദേവദാരു പോലെ ഉയരവും കരുവേലകം പോലെ കരുത്തുമുണ്ടായിരുന്ന അമോര്യരെ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തകർത്തു. ഹിമാലയൻ പിങ്ക് സാൾട്ട് എന്ന് കേൾക്കാത്തവരുണ്ടോ? ഏറ്റവും ഗുണമേന്മ ഉള്ളതെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഇവ ഉണ്ടായതു എങ്ങനെയാണ്? ഈ ഉപ്പ് പൊടിച്ചെടുക്കുന്നത് ഹിമാലയൻ മലനിരകളിൽ നിന്നാണ്. എന്നാൽ ഇവ വെറും കല്ലുകളല്ല, കല്ലുകളായി മാറ്റപ്പെട്ട അതികായന്മാരാണ് എന്നതാണ് സത്യം. ഇനി നമ്മൾ കാണുന്നത് കല്ലുകളായി മാറപ്പെട്ട രാക്ഷസന്മാരുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളാണ്. അവരുടെ ഉൽപ്പത്തി എന്തെന്നോ അവർ എങ്ങനെ കല്ലുകളായി എന്നതിനോ ശരിയായ ഉത്തരം എന്റെ കൈവശമില്ല. എങ്കിലും അതികായന്മാർ നെഫിലുമകളുടെ മക്കളാണെന്നും ഇവർ കല്ലുകളായി മാറ്റപ്പെട്ടത് ബാബിലോണിന്റെ പതനത്തോടെയെന്നും അനുമാനിക്കുന്നു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവള് പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പു തൂണായിത്തീർന്നു.
fear. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching, and I hope to see you all soon.